എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ ആ ഡെസറോസ ഐലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷമാണ്. അവനാണെങ്കിൽ തുള്ളിച്ചാടി ആ ഐലാൻഡിലേക്ക് വരും. ഉസോപ്പ് പറയും, നീ എന്തായി ചെയ്യണേ? നീ നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ടൂർ വന്നൊന്നും അല്ല, നമുക്ക് വലിയൊരു മിഷൻ ഉണ്ട്. സോ നമ്മുടെ ഓരോ മൊമെന്റ്സും വളരെ സീക്രട്ട് ആയിരിക്കണം. ന്മാരുടെ കയ്യിൽ ഒരു കാരണവശാലും നമ്മൾ ചെന്നുപെടാൻ പാടില്ല. ഉസോപ്പ് പറയുന്നത് കേട്ട് നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ചാടി ഓടി വന്ന് മൊമന്റോസ്കിയുടെ മുതുകിൽ കയറി നിൽക്കും. കമോൺ മൊമന്റോസ്കി, നീ എന്നെയും കൊണ്ട് പറന്ന് ഈ ഐലാൻഡിലേക്ക് പോ. ഉടനെ മൊമന്റോസ്കി ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, നിനക്കാണെങ്കിൽ നല്ല വെയിറ്റ് ആണ്, എനിക്ക് നിന്നെ പൊക്കിക്കൊണ്ടു പോകാനാവില്ല എന്ന് പറഞ്ഞ് മൊമന്റോസ്കി ആണെങ്കിൽ ലൂഫിയെ ഉരുട്ടി താഴെയിടും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. നീ ആ ഡ്രൈനേജിൽ മേഘം പോലെ എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പറന്നു വന്നതല്ലേ, ഇപ്പൊ പെട്ടെന്ന് നിനക്ക് എന്ത് പറ്റി? അതിനവൻ പറയും, പറന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഇനി അഥവാ ഞാൻ പറന്നെങ്കിൽ തന്നെ എന്നെ കൊണ്ട് ഇനി പറക്കാനായിട്ടാവില്ല. ചുറ്റുമുള്ളവർക്കും മൊമന്റോസ്കി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നും. കാരണം പറക്കാനായിട്ട് അവന് ചിറകുകളൊന്നും കാണുന്നില്ല. ലൂഫി അവനെ അടിമുടി ഒന്ന് നോക്കി, സത്യം പറയും, നിനക്ക് ഇവിടേക്ക് വരാൻ പേടിയാണോ? അതിന് കൺട്രോൾ പോയ മൊമന്റോസ്കി ലൂഫിയെ കടിച്ചു പറക്കുകയാണ്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒരു സാമുറായോട് ഇങ്ങനെ സംസാരിക്കും? ഒരിക്കലും ഒരു സാമുറായോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് നീ ചോദിച്ചത്. ഞങ്ങൾക്കാണ് ഈ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ധൈര്യം എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. ലൂഫിക്കാണെങ്കിൽ അവൻ പറയുന്നത് സഹിക്കില്ല. അങ്ങനെ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ലൂഫിയോട് വിളിച്ചു പറയും, ലൂഫി, അവൻ 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പയ്യനാണ്, അവനെ അടിക്കാനായിട്ട് പാടില്ല. പക്ഷെ അവർ രണ്ടുപേരും വിട്ടുകൊടുക്കാതെ നല്ല ഫോഴ്സിൽ പരസ്പരം അറഞ്ചം പൊറഞ്ച് വെട്ടിക്കും. സാമുറായിക്കാണെങ്കിൽ ആ ഫൈറ്റ് കണ്ട് കൺട്രോൾ പോവും. നിർത്തടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്, നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു സമയത്ത് ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റും. അതിനുശേഷം സാമുറായി ആളുടെ മകൻ മൊമന്റോസ്കിയോട് ഇപ്പൊ ലൂഫിയോട് മാപ്പ് പറയാനായിട്ട് നിർബന്ധിക്കും. സാമുറായി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, അവനൊരു ചെറിയ പയ്യനല്ലേ, അവന് അറിവില്ലായ്മ ഉണ്ടായ നിങ്ങൾ വേണ്ടേ മനസ്സിലാക്കി അവനെ തിരുത്താനായിട്ട്. അവനിനി യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവനെ മാപ്പ് പറയാൻ നിർബന്ധിക്കും. അവൻ സോറി പറയും. ലൂഫി ആണെങ്കിൽ അവനെ നോക്കി കോക്കറി കാണിക്കും. അതിനവനും തിരികെ കോക്കറി കാണിക്കും. അത് കണ്ട സാമുറായും ലൂഫിയും രണ്ടുപേരും അവനോട് ദേഷ്യപ്പെടുകയാണ്. സങ്കടം സഹിക്ക വയ്യാതെ അവൻ നാമിയുടെ അടുത്തേക്ക് പോയി പൊട്ടിക്കരയും. നാമി അവനെ ടൈറ്റായിട്ട് ഹഗ് ചെയ്ത് സമാധാനിപ്പിക്കുകയാണ്. അത് കാണുമ്പോൾ നമ്മുടെ സാഞ്ചിയാൻ ടീമിന് ഒട്ടും ഇഷ്ടപ്പെടില്ല. ആണെങ്കിൽ ഫുൾ കലിപ്പില് ആ സാമുറായോട് ചോദിക്കും, സത്യത്തില് നിങ്ങൾ സാമുറായി തന്നെയാണോ? നിങ്ങൾക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ സാമുറായി ആയിട്ട് ഇപ്പൊ പൊരിഞ്ഞ തർക്കം. ഫൈറ്റിനെല്ലാം ഒടുവില് ഇപ്പൊ ആ സാമുറായി ആളാണെങ്കിൽ അവർക്ക് ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച് പറയും. ഈ ഐലാൻഡിലെ ആണുങ്ങള് കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ചു വേണം നടക്കാൻ, എന്നാൽ പെൺകുട്ടികള് അവര് ഇലകൾ വെച്ച് വേണം അവരുടെ വസ്ത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ചെക്കന്മാർക്കാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടാവും, പക്ഷെ നാമിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അതേസമയം ട്രഫാൽഗർ ആണെങ്കിൽ നാമിയുടെ കയ്യില് ഒരു സ്പെഷ്യൽ വിബറു കാർഡ് കൊടുക്കുകയാണ്. ആ ഒരു പേപ്പർ അത് സോ എന്ന് പേരുള്ള ഒരു ഐലാൻഡിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടുപോവാ. ഈ സ്മൈൽ ബിൽഡിംഗ് അത് തകർത്തതിന് ശേഷം എന്റെ ടീമുള്ള സോ ഐലാൻഡിലേക്കാണ് നമ്മൾ പോവുക എന്ന് തീരുമാനിച്ചത്. ആ ഐലാൻഡിലേക്ക് വഴി കാട്ടുന്ന ഒരു പേപ്പറാണത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിബ്രു കാർഡിന്റെ സഹായത്താൽ നിങ്ങൾ എല്ലാവരും അവിടേക്ക് പോകണം. ഇത് ശരിക്കും ഒരു റിസ്കി ആയിട്ടുള്ള ടാസ്ക് ആണെന്ന് പറഞ്ഞ് അവനിപ്പോ മാപ്പൊക്കെ കാണിച്ചു കൊടുക്കും. ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അവൻ പറഞ്ഞു കൊടുക്കും. സീസറെ കൊണ്ടുപോയി ഹാൻഡ് ഓവർ ചെയ്യാൻ, കപ്പലിനെ സേഫായിട്ട് സൂക്ഷിക്കാൻ, അങ്ങനെ ഓരോരോ ടീമുകളായിട്ട് അവരെ പിരിക്കുകയാണ്. സീസറെ കൊണ്ടുപോയി ഫ്ലമിംഗോയുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ടീമാണ് ഇവർ 4 പേര്. ട്രഫാൽഗറിലോ പ്ലാനൊക്കെ പറഞ്ഞ് ചുറ്റും നോക്കും. സാഞ്ചിയെയും ലൂഫിയും കാണാനില്ല. അവനാണെങ്കിൽ ഷോക്ക് ആവുകയാണ്. വേറെ വഴിയില്ലാതെ തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറഞ്ഞതുപോലെ ബ്രൂക്കിനെ കപ്പലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവിടെ നിർത്തും. അവൻ മാത്രമാണ് ആ ടീമിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാള്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ഡെസറോസ ഐലാൻഡിന്റെ പ്രത്യേകതകൾ അതെന്തൊക്കെയാണെന്ന് കാണിക്കും. ആ ഐലാൻഡില് എല്ലാവരെയും ആകർഷിക്കുന്ന വലിയൊരു സൂര്യകാന്തി പൂന്തോട്ടമുണ്ട്. മറ്റൊരു അട്രാക്ഷൻ, അവിടെ ഒരുപാട് ഡെലീഷ്യസ് ആയിട്ടുള്ള ലോക്കൽ ഫുഡ് കിട്ടും. മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട വിനോദം ഡാൻസിങ് ആണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ആൾക്കാരെ ഞെട്ടിച്ചത് മറ്റൊരു കാര്യമാണ്. അവിടെ മനുഷ്യരെ കഴിഞ്ഞു ഏറെയുള്ളത് ഡോളുകളാണ്. അവകള് ഒരു പാവയുടെ കൈ ഒരു പട്ടിക്കുട്ടി അത് കടിച്ചെടുത്ത് ഓടി വരികയാണ്. അതിന്റെ തൊട്ടു പിന്നാലെ എന്റെ കൈതാ, മര്യാദയ്ക്ക് നിൽക്കുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഒരു ഡോള് ആ നായയുടെ പിന്നാലെ ഓടും. അവിടെ ഉണ്ടായിരുന്ന ഒരു ബൊമ്മ ഇപ്പോ ലൂഫിയെ കണ്ട് ഷോക്കാവും. നിന്നെയല്ലേ ഞാൻ ആ ന്യൂസ് പേപ്പറിൽ കണ്ടെന്ന് ചോദിച്ച് അവൻ പേടിച്ച് താഴെ വീഴുകയാണ്. അപ്പൊ വേറൊരു ബൊമ്മ അവൻ ഓടി വന്ന് നിലവിളിക്കും. അവര് വീണ്ടും കത്തി കൊണ്ട് പരസ്പരം കുത്തി പരിക്കേൽപ്പിച്ചു. കട്ട് ചെയ്ത ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് കണ്ണ് കാണാത്ത ഒരാളെ കാണിക്കും. അദ്ദേഹത്തിന്റെ ബോഡിയിലാണെങ്കിൽ ഒരുപാട് പരിക്കൊക്കെ ഉണ്ട്. സ്റ്റിക്കിന്റെ സഹായത്താൽ എന്തോ ലക്ഷ്യമാക്കി ആൾ എവിടേക്കോ നടന്ന് നീങ്ങുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാര് കപ്പട മീശയും
ടപ്പടാ താടിയൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് നടക്കുകയാണ്. നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഫേമസ് ആണ്. മാത്രമല്ല ലൂഫിയെ കുറിച്ചുള്ള ന്യൂസ് അതിപ്പോൾ വീണ്ടും ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും തിരിച്ചറിഞ്ഞ ഇത് ഇവരുടെ പ്ലാനിങ്ങിനെ ബാധിക്കുമെന്ന് പറഞ്ഞാണ് ഈ ഒരു വേഷപ്പകർച്ച. സോറോ ആണെങ്കിൽ നടന്ന് ഒരു സ്റ്റെപ്പിന്റെ തൊട്ട് മുൻപിലെത്തും. അപ്പൊ നമ്മൾ മുൻപ് കണ്ട ആ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളൊരു സ്റ്റിക്കൊക്കെ വെച്ച് സ്റ്റെപ്സിലൂടെ തപ്പിത്തടഞ്ഞ് നടന്നു വരികയാണ്. സോറോ ആള് കാണേണ്ട താമസം അറ്റാക്ക് ചെയ്യാനായിട്ട് സ്ക്വാഡ് കയ്യിലെടുക്കും. ആളാണെങ്കിൽ പതിയെ നടന്ന് സോറയെ ക്രോസ് ചെയ്യും. അതിനുശേഷം ഒരു സഡൻ ബ്രേക്ക് ഇട്ട് ആള് സോറോയോട് ചോദിക്കും, ഇവിടെ ആ ഗാംബ്ലിംഗ് സെന്റർ അതെവിടെയാണ്? അതിന് സോറോ ഒരു സെക്കൻഡ് ഷോക്കാവും. പക്ഷേ അവൻ വളരെ കൂളായിട്ട് പറയും, ഞാനിവിടെ പുതിയതാണ്, എനിക്ക് ഈ സിറ്റിയെ കുറിച്ച് അറിയില്ല, മറ്റാരോടെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ആളാണെങ്കിൽ സോറോയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. സോറോയ്ക്കാണെങ്കിൽ വലിയൊരു ഞെട്ടൽ. കണ്ണു കാണാത്ത ആള് അയാളെങ്ങനെ എന്നെ തിരിച്ചറിഞ്ഞു? അയാളൊരു സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞ് അവനിപ്പോ മുൻപോട്ടേക്ക് നടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സാഞ്ചിയും ലൂഫിയും ബാക്കിയുള്ള എല്ലാവരും അവരൊരു ടേബിളിന് വട്ടം ഇരുന്ന് ഇതൊക്കെ കഴിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. സാഞ്ചി പറയും, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഈ ഐലാൻഡിൽ യാതൊരു കുഴപ്പമില്ല. ആ ഡോഫ്ലമിംഗോ അവനവന്റെ പദവി രാജിവെച്ചിട്ടും ഇവിടെയുള്ള ജനങ്ങളിൽ ഒരു തരത്തിലുള്ള കൺഫ്യൂഷനോ വിഷമോ ഒന്നും കാണാനില്ല. ലൂഫി ആണെങ്കിൽ അവർ പറയുന്ന എല്ലാം കേട്ട് ജ്യൂസ് കുടിക്കുകയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ പോരെന്ന് പറഞ്ഞ് അവനൊരു ഗ്രാൻഡ് പേയുടെ ഷോൾഡറിൽ തട്ടും. അതിന് സാഞ്ചി ആണെങ്കിൽ അവന്റെ കൈ തട്ടി മാറ്റി, അത്തരം കാണിക്കരുത്, മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അവനെ പിടിച്ചിരുത്തും. അപ്പൊ കറക്റ്റ് സമയത്ത് ഫുഡുമായിട്ട് ഒരു വെയിറ്റർ ഡോള് അത് അവിടേക്ക് നടന്നു വരികയാണ്. നമ്മുടെ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡെല്ലാം അത് നിരത്തി വെക്കും. ഫുഡ് കാണേണ്ട താമസം അത്രയും നേരവും സംസാരിച്ചുകൊണ്ടിരുന്ന ലൂഫി ആണെങ്കിൽ സംസാരമൊക്കെ നിർത്തിവെച്ച് ഇപ്പൊ ആക്ഷനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ പതിയെ കിട്ടിയ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ആ ഗാംബ്ലിംഗ് നടക്കുന്ന സ്ഥലത്ത് അവിടെയാണെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം. അവിടുത്തെ ശബ്ദം അത് കൂടി വരികയാണ്. സോറോ അവിടേക്ക് ശ്രദ്ധിക്കും. സോറോ കാര്യം മനസ്സിലാക്കി ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, കണ്ണു കാണാത്ത ആളാണെങ്കിൽ ഗാംബ്ലിംഗിൽ ഇപ്പൊ 16 പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ആ കളിക്കുന്ന ആളുകളെ കാണിക്കും. അവർ വീണ്ടും ഇപ്പോ ചീട്ടുകളെല്ലാം നിരത്തി ഏത് കളറിലാണ് വെക്കേണ്ടത് എന്ന് ചോദിക്കും. മറ്റുള്ളവരെല്ലാവരും ആ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളെ തന്നെയാണ് പ്രതീക്ഷയോട് കൂടെ നോക്കുക. ആ ബ്ലൈൻഡ് പേഴ്സൺ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ബ്ലാക്ക് കളറിൽ ടാപ്പ് ചെയ്യും. ചുറ്റുമുള്ളവരെല്ലാവരും അതേ ബ്ലാക്ക് കളർ തന്നെ സെലക്ട് ചെയ്യുകയാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ആ ബ്ലാക്ക് കളർ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പൊ ആ ബ്ലൈൻഡ് മാനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇത്രയും കോയിൻസ് കളക്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞ് കുറച്ച് കോയിൻസ് അവരാണെങ്കിൽ ആ ബ്ലൈൻഡ് മാന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ അതേസമയം ആ ഗാംബ്ലിംഗ് ഗെയിമിന്റെ ഓർഗനൈസേഴ്സ് അവരിൽ ചിലര് ഇപ്പോ ആ ബ്ലൈൻഡ് മാൻ്റെ അടുത്തേക്ക് വരികയാണ്. കണ്ണു കാണാത്ത നീയാണോ 16 തവണ ബെറ്റിൽ ജയിച്ചേ? ഓക്കെ, കുഴപ്പമില്ല, നിനക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ഗെയിം കളിച്ചുകൂടെ? ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ മറിച്ചൊന്നും ആലോചിക്കാതെ ഓക്കെ പറയും. ഉടനെ ആ വില്ലന്മാര് ബാക്കിയുള്ള എല്ലാവരോടും അവിടുന്ന് കടന്നു പോകാൻ പറയും. ഞങ്ങളാണ് ഇനി ഗെയിം കളിക്കുന്നത്, സോ ഞങ്ങൾ മാത്രം ഇനി ഈ ടേബിളിന് മുൻപിൽ മതി. ഗെയിം സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ബ്ലൈൻഡ് മാൻ അവൻ പറഞ്ഞ കളറിൽ കറക്റ്റായിട്ട് കോയിൻസ് വീണുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനാ വില്ലൻ നീ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് ഓരോ തവണയും ആ ബ്ലൈൻഡ് മാനെ തെറ്റിദ്ധരിപ്പിച്ച് അവന്റെ കോയിൻസ് കരസ്ഥമാക്കുവാണ്. ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ പറയും, ഇന്നെനിക്ക് ഒട്ടും ലക്കില്ല, പക്ഷെ കുഴപ്പമില്ല, അവസാനമായിട്ട് എന്റെ കയ്യിലുള്ള കോയിൻസ് എല്ലാം ഞാൻ ഈ മത്സരത്തിൽ വെക്കുകയാണെന്ന് പറഞ്ഞ് അവനതെല്ലാം വെക്കും. ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ വൈറ്റ് കളർ സെലക്ട് ചെയ്യും. ആ ബോള് അതങ്ങനെ തിരിഞ്ഞ് ഓരോ കളേഴ്സിന്റെയും അടുത്തേക്ക് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.